സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അശോകേട്ടൻ പതാക ഉയർത്തും. അതിനുവേണ്ടി അദ്ദേഹത്തെ സഖാക്കളെ, സുഹൃത്തുക്കളെ, LIC ഏജൻസ് ഓർഗനൈസേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം പേരാമ്പ്രയിലെ CID പ്രസ്ഥാനം വളരെ അഭിമാനത്തോടെയാണ് ഏറ്റെടുത്തത്. നമ്മുടെ സമ്മേളനം നടക്കുന്നത് LICയെ സംബന്ധിച്ച് LICയുടെ 956 മുതലുള്ള ചരിത്രത്തിൽ ഏറ്റവും നിർണായക പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. 1956 5 കോടി രൂപ മൂലധനമായി ഇന്ത്യയിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അഭിമാന സ്തംഭമായ LIC ഇന്ന് 47 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള സ്ഥാപനമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ പോളിസി ഉടമകളായിട്ടുള്ള ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന മഹത്തായ സ്ഥാപനമാണ് LIC. ആ LIC സ്വകാര്യവൽക്കരിച്ചു. കേന്ദ്രത്തിലെ ഓരോ പൊതുമേഖലയും സ്വകാര്യവൽക്കരിക്കുന്നത് പോലെ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഒരു കാലത്ത് ആകാശമുട്ടി നിൽക്കുന്ന അഭിമാന സ്തംഭമായ LIC ഓഫീസുകൾ, ആ LICയെ സ്വകാര്യവൽക്കരിച്ചു. LIC ഏജന്റുമാരുടെ
ആനുകൂല്യങ്ങൾ, അവരുടെ കമ്മീഷൻ, വ്യത്യസ്ത പോളിസികളിലുള്ള അവരുടെ ഗിഫ്റ്റുകൾ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് LIC ഏജന്റുമാരെ കേന്ദ്ര സർക്കാരും മാനേജ്മെന്റും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് LIC ഏജന്റ് ഓർഗനൈസേഷന്റെ ജില്ലാ സമ്മേളനം പേരാമ്പ്രയിൽ നടക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CITയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും DYFIയുടെ മുൻ നേതാവുമായിട്ടുള്ള സഖാവ് PK പ്രേംനാഥാണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങൾ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ സംസ്ഥാനത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രചാരകനാണ് സഖാവ് PK പ്രേംനാഥിനെ ഞാൻ വളരെ അഭിമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മുടെ സമ്മേളനം അല്പം വൈകിട്ടുണ്ട്. LICയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പർ, അതുപോലെ LIC അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ, LICയുടെ സംസ്ഥാന നേതാക്കൾ, സംഘടനയുടെ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ എല്ലാവരും കൂടെ പങ്കെടുക്കുന്നുണ്ട്. അവരെയെല്ലാം ഈ മഹാപ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന് ദിശാബോധം കൊടുക്കാൻ കഴിയുന്നവരായി മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരെല്ലാം പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ ഈ സമ്മേളന പ്രതിനിധികളായി കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഏജന്റ് അസോസിയേഷന്റെ ഓർഗനൈസേഷന്റെ സഖാക്കളെയും പേരാമ്പ്രയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിക്കുക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാം, LIC ഏജന്റുമാരിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നമ്മളെ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സമ്മേളനം ചേർന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് പ്രേംനാഥ് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘാടകർ അനുവദിച്ച സമയത്തിന്റെ 1 മിനിറ്റ് മുമ്പ് ഞാൻ എന്റെ ഉദ്ഘാടന സംസാരം അവസാനിപ്പിക്കും. നിങ്ങൾക്കെല്ലാം അറിയുന്ന, നമുക്കെല്ലാം അറിയുന്ന, എന്നാൽ പലപ്പോഴും മറന്നുപോകുന്ന, മറക്കാൻ പലരും പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉപതലവാചകങ്ങളിലായി നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം നടത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപാകങ്ങളിൽ ഒന്ന് അയാൾ മറവിയിലേക്ക് മടിയില്ലാതെ മറിഞ്ഞു വീഴുക എന്നതാണ്. മറവിയുടെ മാളങ്ങളിൽ ഉറങ്ങുന്ന ഒരു ജനതയെ തങ്ങളുടെ എല്ലാ ആസുരതകളും ആകാശത്തെ ചുംബിക്കും വിധം ഉയർത്തി നിർത്തിക്കൊണ്ട് തന്നെ അടക്കി ഭരിക്കാൻ അധികാരി വർഗത്തിന് അനായാസം കഴിയും എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർത്തമാനം അത് ഉച്ചത്തിൽ തന്നെ ഉച്ചരിക്കുന്നുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നത് ഒരു പഴയ സിനിമയുടെ പേര് മാത്രമല്ല, സകല ജനാധിപത്യ സുമനസ്സുകളും സുധീരം സ്വജീവിതത്തിൽ മറിച്ചു നൽകുന്ന പ്രയോഗ സാധ്യത കൂടിയാണ്. അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. CIT നേതാക്കന്മാരായ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ധാരാളമായി ഉപയോഗിക്കുന്ന വാക്കാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നട്ടറ്റാൻ തോന്നും. തുടങ്ങിയാണ് വക എന്നാണ്. അതുകൊണ്ട് അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ഓർമ്മ പുതുക്കാൻ ഒറ്റ കാര്യം പറയാം. എന്താണ് ആഗോളവൽക്കരണം? ഒറ്റ വാചകം പേടിക്കണ്ട. എന്റെ വീട് ഒരു പുരയിടത്തിന് നടുക്കാണ്. അതിന്റെ തെക്കുഭാഗത്ത് ഒരു വലിയ വടവൃക്ഷമുണ്ട്. പാവോ ലാഭോ എന്താവട്ടെ. വടക്കു ഭാഗത്താണ് എന്റെ പശുത്തൊഴുത്ത്. ഇനി കേട്ടോളൂ, CIT പറയുന്നത് ആഗോളവൽക്കരണം എന്താണ് എന്നാണ്. തെക്കേ ഭാഗത്തുള്ള മാവിന്റെ വലിയ വേര് വീടിന്റെ വടക്കേ ഭാഗത്തുള്ള ചാണകക്കുഴി നോക്കി നടത്തുന്ന യാത്രയാണ് ആഗോളവൽക്കരണം. മുതലാളിത്തമാകുന്ന മാവിന്റെ മൂലധനമാകുന്ന വേര് പാവപ്പെട്ടവന്റെ പൂജാമുറിയും പുരത്തറയും പൊളിച്ച്
വളം വലിച്ചെടുക്കാൻ എളുപ്പത്തിൽ നടത്തുന്ന യാത്രയുടെ പേരാണ് ആഗോളവൽക്കരണം. വിശദീകരിച്ച നേരം കൊടുക്കും. ആഗോളവൽക്കരണത്തിന്റെ ആസുരതകൾ 20 വർഷം മുമ്പ് നാം പറയാൻ തുടങ്ങിയതാണ്. പലർക്കൊന്നും ബോധ്യമായിട്ടില്ല. ഇപ്പൊ ചിലർക്കൊക്കെ ബോധ്യമാവുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകില്ല. മഹാനായ മാർക്സ് നടത്തിയ ഒരു പ്രയോഗം ഇങ്ങനെയാണ്: തണലു വിറ്റ് കാശാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് നൽകുന്ന മരത്തെ മൂടോടെ മുറിച്ചു വിറ്റ് ലാഭം കൊയ്യും മുതലാളിത്തം എന്ന്. ദുരന്തങ്ങളിൽ പോലും വളക്കൂറുള്ള മണ്ണു തേടുന്ന വൃത്തികേടിന്റെ വെളിപ്പേരാണ് മുതലാളിത്തം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ കൊന്ന് രുധിരപാനത്തിന് അവന്റെ കപോലം തന്നെ പാനപാത്രമാക്കുന്ന നെറികേടിന്റെ നെഞ്ചൂക്കാണ്, കുടിലതയുടെ കൊടുമുടിയാണ് മുതലാളിത്തം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തനെ കൊല്ലുക, എന്നിട്ട് ഓന്റെ ചോര കുടിക്കാൻ, രുധിരപാനം എന്ന സംസ്കൃത വാക്കിന്റെ മലയാളമാണ് ചോര കുടിക്കുക. അതിനൊരു 10 രൂപയുടെ പ്ലാസ്റ്റിക്കിന്റെ കപ്പ് വാങ്ങുകയല്ല, നഷ്ടാണല്ലോ. കൊല്ലപ്പെട്ടവന്റെ തലയോട്ടി, കപോലം, അങ്ങനെ സംസ്കൃതം, അതൊരു പാത്രം പോലെ ഉണ്ടാവും. അത് ഉപയോഗിച്ച് ചോര കുടിക്കുന്ന നെറികേടാണ് മുതലാളിത്തം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പലർക്കും മനസ്സിലാവുന്നില്ല. എന്താ കാരണം? മരം വെട്ടാൻ കാട്ടാളൻ വരും, ഈ മരം വെട്ടുകാരൻ, എന്റെ കയ്യിൽ കോടാലി ഉണ്ടാവും. കവികളൊക്കെ പറയുന്നത് മരം വെട്ടാൻ ആള് വരുമ്പോൾ കാട് സർഗാത്മകമായി പ്രതികരിക്കാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട് എന്നാണ്. പിക്കറ്റിനും ധർണയും റോഡ് തടയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കൊമ്പും ചില്ലയൊക്കെ അങ്ങനെ ഇളക്കി ആട്ടി കുലുക്കിയിട്ടാണ് മരങ്ങള് എന്നെ വെട്ടരുത് എന്ന് പറയാം. അങ്ങനെ കുലുങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന മരങ്ങൾക്കിടയിൽ കുണുങ്ങി നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ മുണ്ടാണ്ട് നിൽക്കുന്ന ചില മരങ്ങളെ കാണാം. ഒരു പ്രതിഷേധിക്കൊന്നുമില്ല. അതെന്താ വെട്ടിക്കോട്ടെ വെച്ചിട്ട് അല്ല. അവർ ഈ വെട്ടാൻ വരുന്നവന്റെ കയ്യിലുള്ള കോടാലി നോക്കുമ്പോൾ അതിന്റെ പിടി, ഇങ്ങനെയുള്ള കോഴിക്കോട്ട് പറയാം, കോടാലി കൈ മരം കൊണ്ട. അപ്പൊ ഒരു തോന്നുന്നതിന്റെ അമ്മായിന്റെ മോനല്ലേ, എന്തായാലും ഇന്നെ വെട്ടൂല, തിരിഞ്ഞൂതാൻ തോന്നുന്നത്. അങ്ങനെ കൊടുക്കുന്നുണ്ട്. മരം വെട്ടാൻ മുക്കറയിട്ട് വരുന്ന കാട്ടുകൊള്ളക്കാരന്റെ കയ്യിലുള്ള കോടാലിയുടെ കൈ എന്ന് പറഞ്ഞാൽ പിടി മരം കൊണ്ടല്ലേ എന്ന് തോന്നുന്ന ചില പ്രശ്നമുണ്ട്. സാഹിത്യത്തിൽ ഇങ്ങനെ പറയും: കാലിൽ ഉരഞ്ഞ് ചോര പൊട്ടിക്കുന്ന കാരിരുമ്പു ചങ്ങല കണ്ടാലും കാന്തി പടർത്തുന്ന കനകപാദസരമല്ലേ എന്ന് തോന്നുക. ഒന്ന് പറഞ്ഞ് ശ്വാസം കൊണ്ടോ. അതൊക്കെ അങ്ങനെ കാണാപ്പാടെ പഠിച്ച ഞാൻ വിളിച്ചിട്ട് സാധാരണ പിടിച്ച് ചീത്ത പറഞ്ഞിട്ട് കണക്കെത്തിച്ചുകൊണ്ട് കാണാപ്പാടെ പഠിച്ച എന്താണ്? കാലിൽ ഉരഞ്ഞു പൊട്ടുന്ന കാരിരുമ്പു ചങ്ങലയാണ് ഉള്ളത്. മാട്ടമ്പ് ഇങ്ങനെ വലിയ ചോര കിനിയുന്നുണ്ട്, വേദന പടരുന്നുണ്ട്. എന്നാലും ചില പൊട്ടന്മാര് കാല് പൊട്ടത്തിടും. കാലിന്റെ താഴോട്ട് നോക്കുമ്പോൾ അവർക്ക് വിചാരിക്കും 916 ഗോൾഡിന്റെ പാദസരാണ്. ഇതാണ് പ്രശ്നം. ലസിക്കാര് നല്ലോണം ആലോചിക്കണം. വേഗം മനസ്സിലാൻ വേണ്ടിയിട്ടാ ഇവരുടെ ഒരാൾ ഇരിക്കുന്നത്. ജില്ലാ സമ്മേളനമാണ്, അതുകൊണ്ടാ പറഞ്ഞു. ഒരുത്തൻ കള്ളു കുടിച്ച് അഴുക്ക് ചാരിൽ വീട് കിടക്കുന്നത് കണ്ടാൽ സാധാരണ നമ്മളെന്താ ചെയ്യുക? മനുഷ്യന്മാരായതുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് പഞ്ചായത്തിന്റെ ടാപ്പിന്റെ ചോട്ട് കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കാൻ നോക്കും. കുളിപ്പിക്കുന്നില്ല. ഒരു ബോധം തിരിച്ചു കിട്ടിയാൽ എണീറ്റ് നിന്ന് കൈ വീശി വിരിച്ച് നമ്മളെ ചെപ്പക്കുറ്റിക്ക് 4 ചാമ്പി തരും. എന്താ കാരണം എന്നറിയോ? വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടിയ പണം കൊണ്ട് വൈകി നിന്ന് ബീവറേജിൽ നിന്ന് വാങ്ങി കുടിച്ച വെള്ളം, കുളിച്ച് സുന്ദരക്കുട്ടപ്പനാവാനല്ല, കുടിച്ച് അർമാദിക്കാനാ. നിങ്ങൾ എന്തിനേം കുളിപ്പിക്കാൻ പോയത്? ആലോചിക്കണം. എന്നാലും CITയുടെ കടമ അത്തരം ആളുകളെ കൂടി അഭിസംബോധന ചെയ്യുക എന്നതാണ് എന്നറിയണം. സംയുക്തികതയുടെ വിശാലമായ വിഹായസിലേക്ക് വിടർന്നു വിരിഞ്ഞ് വികസിക്കുന്നതിനു പകരം കുയുക്തികതയുടെയും കുതർക്കത്തിന്റെയും കുടുസായ കുറ്റികളിൽ കഴുത്തിന് കയറിട്ട് കുറുക്കി കെട്ടുന്ന രാഷ്ട്രീയ ദാസ്യത്തിലേക്ക് നാം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കണ്ടല്ലോ. വിടരുകയാണ് നാം വേണ്ടത്, ചുരുങ്ങുകയാണ് നാം ചെയ്യുന്നത്. അതിന് വലതുപക്ഷവും പ്രത്യേകിച്ച് മാധ്യമങ്ങളും ഉപയോഗിക്കുന്നത് കുതർക്കങ്ങളിൽ നമ്മെ കുടുക്കിയിടുക എന്നതാണ്. എന്താ കുതർക്കം എന്ന് പറഞ്ഞാൽ? ഓടിച്ചോടിച്ചു പറയുന്നതാണ് നല്ലത്. മാഷ് കുട്ടികളോട് പറഞ്ഞു,
ഇലക്കറികൾ ധാരാളം കഴിച്ചാൽ കാഴ്ചശക്തി കൂടും. അപ്പൊ മൂന്നാമത്തെ ബെഞ്ചിൽ നാലാമതിരുന്ന ശിവദാസൻ എനിക്ക് ചോദിച്ചു, അതുകൊണ്ടാണ് പൈക്കള് കണ്ണട വെക്കാത്തതില്ലേ? ഇതാണ് കുതർക്കം. ഒരാൾ കൂറയെ പിടിച്ചു, ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്തിന് മലത്തിയിട്ടിട്ട് മീശ വെട്ടുന്ന ചെറിയ കത്രിക എടുത്ത് അതിന്റെ ഇടത്തെ പിൻകാല് കഷ്ണിച്ചു, എന്നിട്ട് കമത്തിയിട്ടിട്ട് പറഞ്ഞു ഓടറാണ്. കൂറ പതുക്കെ പതുക്കെ പോയി, സംഭവിച്ചില്ല. പിടിച്ച് വീണ്ടും മലത്തിയിട്ടു. വലത്തെ മുൻകാല് മുമ്പിൽ മുറിച്ചു, എന്നിട്ട് കമത്തിയിട്ട് പറഞ്ഞു ഓടറാണ്. നേരത്തെ അത്ര സ്പീഡില്ലെങ്കിലും കൂറ പോയി നോക്കി, ഇയാൾ വിട്ടില്ല. വീണ്ടും പിടിച്ച് മലത്തി കിടത്തി. ഇടത്തെ കാല് പിന്നിലുള്ളത് കഷ്ണിച്ചു, എന്നിട്ട് കൂറയെ കമത്തിയിട്ടിട്ട് പറഞ്ഞു വണ്ടടാണ്. നേരത്തെ ഉള്ളതിന്റെ 10 സ്പീഡുള്ളൂ, എന്നാലും കൂറ നാടൻ ഭാഷ പോലെ വായിച്ച് പിടിച്ച് എങ്ങനെയൊക്കെയോ ഇങ്ങനെ നടന്നു പോവുക. ഈ ക്രൂരം വിട്ടില്ല. കാരുണ്യം കണിക പോലും കാണിക്കാതെ കത്രിക എടുത്ത് വീണ്ടും വലത്തെ മുൻകാല് മുറിച്ചു, എന്നിട്ട് കൂറയെ കമത്തിയിട്ടിട്ട് പറഞ്ഞു ഓടടാണ്. കൂറ പോയില്ല. അപ്പൊ മൂപ്പര് സ്വന്തം നേതാവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഗവേഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ട്, കൂറ എന്റെ കേൾവി ശക്തി വലത്തെ മുൻകാലിലാണ്, അത് വിളിച്ചപ്പോൾ മൂപ്പർക്ക് കേൾക്കണില്ല. ഇതാണ് കുതർക്കം. ഈ കുതർക്കങ്ങളിൽ നാം കുടുങ്ങിക്കിടന്നാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ എന്താണ് എന്ന് നാം തിരിച്ചറിയണം. വിശദീകരിക്കുന്നില്ല. 2 കാര്യങ്ങൾ വളരെ ചുരുക്കി ഓടിച്ചു പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമകാലിക പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് എന്നതുകൊണ്ട് മാത്രം. സാധാരണ നാം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സംഘടനാ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അരച്ച തന്നെ അരക്കേണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇടങ്ങൾ തോന്നും. അവർ പറയാൻ ഇടയില്ലാത്ത ചില കാര്യങ്ങൾ സൂചനകളായി മാത്രം ഓടിച്ചു പറയാം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ദേശാഭിമാനം, രാജ്യസ്നേഹം. ചുരുക്കിയിട്ട് യുദ്ധം, അതിർത്തി, പട്ടാളം, ശത്രു എന്നൊക്കെ പറയുമ്പോൾ ഉമ്മക്ക് തന്നെ ഒരു പെരുപ്പ് തോന്നൽ, ഉഷാറ് ഉണ്ടാവും. അങ്ങനെയാണ്. അത് വേണമെന്നാണോ? വേണം. ദേശീയതയെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുവിൽ വിമുഖമാണ് നമ്മുടെ നാട്ടിൽ. മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ ഞാനോ നിങ്ങളോ ദേശീയതയെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? അത് രാജ്യദ്രോഹമായി മുദ്ര കുത്താൻ അങ്ങേയറ്റം എളുപ്പമാണ് എന്നതുകൊണ്ടാണ്. ഭരണകൂടത്തോടുള്ള ഭയമാണ്, ജീവിക്കാനുള്ള കൊതിയാണ് ഇങ്ങനെ വൈമുഖ്യം കാണിക്കുന്നതിന് കാരണം. ഇടതുപക്ഷക്കാർ പോലും ഭരണകൂടത്തെ വിമർശിക്കുക എന്നത് രാജ്യത്തിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ? അല്ല. ഭരണകൂട വിമർശനം രാജ്യദ്രോഹമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യദ്രോഹി മഹാത്മജി ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചപ്പോൾ നമ്മളുണ്ടാക്കിയ ധാരണയനുസരിച്ച് ഒരു 51 കോടി പാകിസ്ഥാന് കൊടുക്കേണ്ടിയിരുന്നു കടം. ആരൊക്കെയോ പറഞ്ഞ് തരിപ്പ് കയറ്റിയിട്ടാണ് നെഹ്റു കൊടുക്കാൻ വൈകിയപ്പം ഒരു കീറപ്പായ തെരുവിൽ വലിച്ചിട്ട് അവിടെ കിടന്നു. ഇത് കൊടുത്തിട്ട് എണീക്കൂ എന്ന് പറഞ്ഞിട്ട് ബാപ്പുജി, മഹാത്മാഗാന്ധി. അപ്പൊ രാജ്യദ്രോഹികളെ ആദ്യത്തെ പട്ടികയിൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്നത് ബാപ്പുജിയാണ്. ആ രാജ്യദ്രോഹത്തിന് ഗോഡ്സെ അദ്ദേഹത്തിന് മരണം വിധിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാം. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആരാണ് രാജ്യസ്നേഹി? എന്താണ് ദേശസ്നേഹം? ആർക്കാണ് അത് നിർവചിക്കാനുള്ള അധികാരം? എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് ആലോചിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവരും കൂടി പിന്നെ സമയം ഉണ്ടാകുമ്പോൾ ആലോചിക്കാം. ദേശാഭിമാനം നല്ലതാണോ ചീത്തയാണോ എന്നതാണ് അടുത്ത ചോദ്യം. CITയുടെ ഉത്തരം രണ്ടും എന്നാണ്. ടാഗോറിനെ ഉദ്ധരിക്കുന്നതാണ് എളുപ്പം. അദ്ദേഹം പറഞ്ഞു, മരം വിറകിനും നന്ന് പൂവിനും അതെ, തീരുമാനിക്കേണ്ടത് തോട്ടക്കാരനാണ്. ടാഗോർ വീണ്ടും പറഞ്ഞു, ചന്ദനം കട്ടിലൊരുക്കാനും നല്ലതാണ്, ചിതയൊരുക്കാനും എടുക്കാറുണ്ട്, തീരുമാനിക്കേണ്ടത് ഉണ്ടാക്കിയവരാണ് എന്നാണ്. അപ്പൊ എന്തിനാണ് ദേശാഭിമാനം, ദേശീയത ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം. വിശദാംശം വേണ്ടല്ലോ. ദേശീയത, ദേശാഭിമാനം സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ഇന്ധനമായിട്ടുണ്ട് ഇന്ത്യയിലടക്കം. വിശദാംശം വേണ്ടല്ലോ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി അലകടൽ പോലെ അലറിയാർത്തു പൊരുതാൻ ഇന്ത്യൻ ജനതയ്ക്ക് ദേശാഭിമാനത്തിന്റെ ചരടുണ്ടായിരുന്നു.
ഏകീകൃത മണ്ഡലം ഉണ്ടായിരുന്നു നല്ലത്. എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുടെ കൂട്ടക്കുരുതികൾക്കും ദേശീയത കാരണമായിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ, ടോജോ, ഫ്രാങ്കോ, ബെനിറ്റോ മുസോളിനി ഇതൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. ഞങ്ങളല്ലാത്തവരെല്ലാം കൊന്നൊടുക്കുക എന്നതിനും ഇന്ധനമായി ദേശീയത ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ പരതിയാൽ കാണാൻ കഴിയും. അടുത്ത കാര്യം, ദേശാഭിമാനം, ദേശീയത എന്നൊക്കെ പറയുന്നത് സ്വയം തോന്നേണ്ട ഒന്നാണ്. അടിച്ച് കുത്തി പഴുപ്പിച്ച് തല്ലി പഴുപ്പിച്ച് പാകമാക്കേണ്ട ഒന്നല്ല. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞ എളുപ്പമുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഭരണാധികാരികൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്താ? അരി, തുണി, വസ്ത്രം, അല്ലെ, പാർപ്പിടം, രോഗശുശ്രൂഷ, പഠിക്കാൻ വിദ്യാലയം, പഠിച്ചിറങ്ങിയാൽ പത്രാസിനൊത്തതല്ലെങ്കിലും പട്ടിണി മാറ്റാനെങ്കിലും പാകത്തിലൊരു പണി, അങ്ങാടിയിലേക്ക് പോയാൽ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ തലയ്ക്ക് കഴുത്തിനു മേലെ തലയുണ്ടാകും എന്ന സ്വയ ജീവിതം. ഇതൊക്കെയാണ് ഭരണാധികാരികൾ, ഇവിടെയാണെങ്കിൽ പിണറായി, അവിടെയാണെങ്കിൽ മോദി, ആരായാലും ഉറപ്പുവരുത്തേണ്ടത്. ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യത്ത് ദേശാഭിമാനം 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 എന്ന് പറഞ്ഞാൽ അത് നിൽക്കും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയി. കോഴിക്കോട് നിന്ന് ട്രെയിനിലാണ് പോയത്. ഷൊർണൂർ എത്തിയപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റി. ബാത്റൂം കയറി, ടോയ്ലറ്റിൽ കയറി മൂത്രമൊഴിച്ചു. ഫ്രഷ് ചെയ്യണ്ടേ, വേണം. ആ ചുമരിലുള്ള ഒരു വട്ടത്തിൽ ഒരു കുറ്റി ഞെക്കിയാലാണല്ലോ വെള്ളം താഴോട്ട് പോവുക. ഞാൻ കുറ്റി ഞെക്കി. കഷ്ടകാലത്തിന് ആ യന്ത്രം കേടായതുകൊണ്ടോന്ന് അറിയില്ല, താഴോട്ട് പോകേണ്ട വെള്ളം എന്റെ മോന്തയ്ക്കാണ് വന്നത്. ഞാൻ നിർത്തി. ജില്ലാ സെക്രട്ടറിയേറ്റ് എന്തോ ഒലയ്ക്കാം, വേത്തന്റെ വെള്ളം വന്നത് കുത്തുക. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? എന്റെ രാജ്യം, എന്റെ രാജ്യം. ഒരു ശ്ലോകമുണ്ട് ഉപനിഷത്തിൽ, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപിഗരീയസി. മലയാളം, പെറ്റമ്മയും പിറന്ന മണ്ണും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. ആണോ CNTU? അതെ, 1000 തവണയാണ്. പക്ഷേ ആണെന്ന് തോന്നണ്ടേ? വേണം. വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന കുട്ടിക്ക് കയ്യിൽ മിഠായി പൊതി, കക്ഷത്ത് കളിപ്പാട്ടം, ഇതുണ്ടെങ്കിൽ സന്തോഷം തോന്നില്ലേ? തിരിച്ചോ, അച്ഛൻ പണി കഴിഞ്ഞ് വരുന്നത് അടിച്ചു പൂക്കുറ്റിയായി 4 കാലില്ല. വരുമ്പം തന്നെ ഉമ്മറത്ത് കളിക്കായിരുന്ന മകനെ പുറംകാലം കൊണ്ട് ഒറ്റ ചവിട്ടും. അകത്ത് കയറി അടുക്കളയിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മയുടെ മുടിക്കുത്തിന് പിടിച്ച് മൂലച്ചുമണ്ട് കൂട്ടിച്ചേർത്ത് 4 ചവിട്ട്. ഇതെല്ലാം സ്ഥിരമായി കാണുന്ന മകൻ അച്ഛനെ അച്ഛനാണോ വിളിക്കുക, അല്ല അക്ഷരം മാറ്റിയിട്ടാണോ വിളിക്കുക? അക്ഷരം മാറ്റിയിട്ടാണ് വിളിക്കുക. അപ്പൊ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപിഗരീയസി എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, അതാവണം. വയനാട്ടിൽ നിന്ന് പൂനാരങ്ങ, മാനാഞ്ചിറയിൽ നിന്ന് വെള്ളം, വല്യങ്ങാടിയിൽ നിന്ന് പഞ്ചസാര എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി നക്കിയ മഷി പള്ളയിലാവുകയല്ലാതെ ലൈം ജ്യൂസ് ഉണ്ടാകുമോ? ഇല്ല. ദേശാഭിമാനം ദേശാഭിമാനം ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം നാക്ക് വളച്ച് പുരപ്പുറത്ത് കയറി ഉശിരോടെ ഉച്ചരിച്ചാൽ പോരാ, നാട്ടുകാർക്ക് അത് തോന്നണം. എങ്ങനെയാണ്? ദേശാഭിമാനം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എന്ന് നാം പറയുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ അതിനെ വൈകാരികോൽപ്പന്നമാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. വിപണിയിൽ നല്ല വില കിട്ടും എന്ന കൗശലത്താൽ. വിശദാംശങ്ങൾ വേണ്ടല്ലോ. നല്ല മുതലാണ്, വേഗം വിറ്റ് കിട്ടും, ബാക്കിയാവില്ല. ദേശാഭിമാനം വൈകാരികമായ ഉൽപ്പന്നമാക്കരുത് എന്ന് നാം തിരിച്ചറിയണം. സത്യത്തിൽ എന്താ കാരണം? വള്ളത്തോളിന്റെ കവിതാശകലം ചുണ്ടിൽ മൂടാത്ത മലയാളി ഉണ്ടാവില്ല. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വേണ്ടേ? വേണം. ഇത് പാടിയ വള്ളത്തോൾ നാരായണ മേനോനോട് കേസരി ബാലകൃഷ്ണപിള്ള ചോദിച്ചു, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഡെമിസ്ട്രോൺ ആക്കാൻ പറ്റുമോ? ഇപ്പോൾ എവിടെയാ? ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ആലോചിക്കണം. വിഖ്യാത ചിന്തകനായിരുന്ന ബർണാഡ് ഷാ പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് താമസിക്കുന്ന സകലരെയും വിവരദോഷികളും വിധ്വംസകവാദികളുമെന്ന് അടയാളപ്പെടുത്തുന്ന വിവരദോഷത്തിന്റെ വൃത്തികേടിന്റെ വിളിപ്പേരാണ് ദേശീയത എന്ന്. മനസ്സിലായില്ലേ? എന്റെ രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് താമസിക്കുന്ന സകലരും മോശക്കാരാണെന്ന് അടയാളപ്പെടുത്തുന്ന വിവരക്കേടിന്റെ വിളിപ്പേരാണ് ദേശീയത എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഇദ്ദേഹം, ബർണാഡ് ഷാ. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കല്ല പോണത്. ടാഗോർ പാടിയിട്ട്, ടാഗോറിന്റെ പുസ്തകമായ പുസ്തകം 1917 ഇറങ്ങിയ ഓൺ നാഷണലിസം, ദേശീയതയെ പറ്റി. സഖാക്കൾക്ക് താല്പര്യമുള്ളവർ വായിക്കുന്നത് നല്ലതാ. ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ദേശീയതയാണ്. 2 പക്ഷമാവാൻ പോവാണ്. എനിക്കിഷ്ടമല്ലെങ്കിൽ, ഞാൻ ഭരണാധികാരിയാണെങ്കിൽ നിങ്ങൾ ദേശദ്രോഹിയാണെന്ന് പ്രഖ്യാപിച്ചു കളയും, ചാപ്പ അടിച്ചു കളയും, മുദ്ര കുത്തിക്കളയും, ജയിലിലാവും. വേറെ കച്ചവടമൊന്നുമില്ല. നല്ലോണം ശ്രദ്ധിച്ചിരുന്നാൽ മതി.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിന്റെ ആയുധമായി വരാനിടയുള്ളത് ദേശീയതയാണ്, രാജ്യസ്നേഹമാണ്. എളുപ്പം അത് പറഞ്ഞാൽ വേഗം വിറ്റുപോകും, എതിർത്തിട്ട് പറയാനും കഴിയില്ല എന്ന പ്രശ്നമുണ്ട്. ടാഗോർ പറഞ്ഞു, രത്നങ്ങൾ വിറ്റ് കുപ്പിച്ചില്ല് വാങ്ങരുത്. രത്നം എന്ന് ഉദ്ദേശിച്ചത് മാനവികത, കുപ്പിച്ചില്ല് എന്ന് ഉദ്ദേശിച്ചത് ദേശീയത, ദേശാഭിമാനം, രാജ്യസ്നേഹം. ഇതിനൊക്കെയാണ് ടാഗോർ ഉദ്ദേശിച്ചത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വൈകാരികമായാണ് നാം ദേശീയതയെ അടയാളപ്പെടുത്തുന്നത്, അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ തൊട്ടുമുമ്പുണ്ടായ പാകിസ്ഥാന്റെ പ്രകോപനത്തിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യത്തെയും നാം നന്നായി വിറ്റു മുതലാക്കി. നല്ല ഗൗരവത്തിലുണ്ടായി, ലോകത്തറിയാനായിരുന്നു. നമ്മളൊക്കെ അതിലങ്ങനെ വീണുപോയോ? ആയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാൻ വിരോധത്തെ മുസ്ലിം വിരോധമാക്കിയും ചൈന വിരോധത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധമാക്കിയും മാറ്റാനുള്ള ചെറുകാല ബുദ്ധിയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ കൗശലമാണ് ഫാസിസം ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈന നമ്മളെ ആക്രമിച്ചാൽ CIT എവിടെയായിരിക്കും? ഇന്ത്യക്കൊപ്പം. പാകിസ്ഥാൻ നമ്മളേക്ക് വെക്കിട്ട് കയറിയാൽ നാം എവിടെയായിരിക്കും? 1000 വട്ടം ഇന്ത്യക്കൊപ്പം. തർക്കമില്ല. പക്ഷെ പാകിസ്ഥാനാണ് ആക്രമിക്കുന്നത്, പാകിസ്ഥാനിലെ മുസ്ലിങ്ങളല്ല. അറിയണ്ടേ? പാകിസ്ഥാൻ വിരോധത്തെ മുസ്ലിം വിരോധമാക്കിയും ചൈന വിരോധത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധമാക്കിയും പരിവർത്തിപ്പിക്കാനുള്ള രാഷ്ട്രീയ കൗശലങ്ങളിൽ കുടുങ്ങിപ്പോകരുത്, കുതറി മാറാൻ കരുത്തു കാണിക്കണം CIT പ്രവർത്തകരെല്ലാം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 2 യുദ്ധം ജയിച്ച രാജ്യമാണ് ഇന്ത്യ. 2 യുദ്ധം ജയിക്കുമ്പോഴും ഇന്ത്യയിൽ ഭരിക്കുന്നത് BJP അല്ല. ഞാൻ ഈ വൈകാരികമായി വടായി പറയുമ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് വിടാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, ദേശീയ ജനാധിപത്യ സഖ്യം, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഇന്ത്യ ഭരിച്ച 11 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അതിർത്തികളിൽ വെടിയേറ്റു വീണ ധീര ജവാന്മാരുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലധികം വരും സഖാക്കളെ. ഈ 10 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്ന NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ആ സഖ്യത്തിന്റെ BJPയുടെ ഭരണത്തിലെ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ എണ്ണം വിശദീകരിക്കണമല്ലോ. കോൺഗ്രസ് ഭരിച്ച UPA ഭരിച്ച 10 കൊല്ലക്കാലം അതിർത്തികളിൽ രാജ്യം കാക്കാൻ വെടിയേറ്റു മരിച്ച ധീര ജവാന്മാരുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലധികം വരും മോദിയുടെ 10 കൊല്ലക്കാലത്തെ ഭരണത്തിൽ അതിർത്തി കാക്കാൻ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ എണ്ണം എന്ന് നാം തിരിച്ചറിയണം. മാത്രമല്ല, നമ്മുടെ മുദ്രാവാക്യം പഴയത് ഒരു ഗൃഹാതുരത്തൊക്കെ പറഞ്ഞാൽ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ്. ജയ് ജവാൻ എന്ന മുദ്രാവാക്യത്തോട് CITന് വിരോധമുണ്ടോ? ഇല്ല. ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തെ പലരും മറന്നുപോയോ? മോഡിയുടെ 10 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 3,67,000 3.5 ലക്ഷത്തിലധികം മനുഷ്യർ മോദിയുടെ 10 കൊല്ലക്കാലത്തെ ഭരണത്തിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കയറന്തുമ്പിൽ, വിഷക്കുപ്പിയിൽ, റെയിൽപാളത്തിൽ, അങ്ങനെ പലതിലും. ആ ധാരണ നമുക്കുണ്ടാവണം, നാം ശരിയായി വിളിച്ചു പറയണം. ദേശീയതയ്ക്ക് സാർവദേശീയ മാനമില്ലെങ്കിൽ അത് കുടുസിലേക്ക് കുരുങ്ങിപ്പോകും. ഞാൻ പറഞ്ഞില്ലേ, ചുരുങ്ങിപ്പോകും, ചെറിയ വൃത്തത്തിലേക്ക് തിരിയാൻ പറ്റും. ദേശീയതയ്ക്ക് സാർവദേശീയ മാനം വേണം, ഇല്ലെങ്കിൽ കുഴപ്പമാണ്. 2 ഉദാഹരണം പറയാം എളുപ്പത്തിൽ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ യുവാൻ അനന്തമൂർത്തി. അകാലത്തിൽ അസുഖബാധിതനായി അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ ബാംഗ്ലൂരിൽ, അദ്ദേഹത്തിന്റെ നാട്ടിൽ, RSSകാർ ലഡു വിതരണം ചെയ്തു. ഗാന്ധിജി വെടിയേറ്റു മരിച്ച അന്ന് ചെയ്തതുപോലെ. മനസ്സിലായി ആരാണ് യുവാൻ അനന്തമൂർത്തി? ഇന്ത്യൻ ഹിന്ദു തീവ്രവാദികളുടെ, ഫാസിസ്റ്റുകളുടെ കണ്ണിലെ കമ്പാണ്, കരടല്ല യുവാൻ അനന്തമൂർത്തി. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉദ്ധരിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലണ്ടനിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു, I am an Indian. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട് ഏതാണ്? ഞാൻ അഭിമാനം ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞു, ഞാൻ കർണാടകക്കാരനാണ്. ഞാൻ ബാംഗ്ലൂരിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട് എവിടെയാണ്? ഒട്ടും അഭിമാനം ചോരാതെ ഞാൻ പറഞ്ഞു, ഷിമോഗ. അത് അദ്ദേഹത്തിന്റെ പട്ടണം, കോഴിക്കോട് എന്നൊക്കെ പറയും. ഷിമോഗയിൽ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? ഞാൻ അഭിമാനം മാത്രമല്ല അഹങ്കാരവും മെമ്പൊടി ചേർത്ത് പറഞ്ഞു, മെലിഗ. മെലിഗ അത് അദ്ദേഹത്തിന്റെ നാട്ടിന്റെ പേരാണ്. പിടുത്തം കിട്ടിയെന്നേ വിചാരിക്കണം. ഞാൻ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട് എവിടെയാ? I am Indian. നല്ലത്. ഞാൻ കേരളത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ കേരളത്തിലാ, മലയാളിയാണ്. നല്ലത്. ഞാൻ കോഴിക്കോട് പാളയത്ത് പച്ചക്കറി വാങ്ങി നിൽക്കുമ്പോൾ ഒരുത്തനോട് ചോദിക്കുകയാണ്, നിങ്ങളെ പുരയടിയാ? ഞാൻ പറയും പെരുമണ്ണ്. പെരുമണ്ണ എന്റെ പഞ്ചായത്ത്. അതാണ്
പെരുമണ്ണയിലെ മീൻചാപ്പേന്ന് 10 റുപ്യേന്റെ കുഞ്ഞമ്മത്തി വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുത്തം പുറത്ത് തോണ്ടിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ എഴുത്തുകാരനാണ്? അപ്പൊ ഞാൻ പറയാം, അയാളെ ഇന്ത്യൻ വരക്കേണ്ട മൂട. അപ്പൊ ഞാൻ പറയണം, ഇല്ലത്ത് താഴം, അതാണ് എന്റെ വീട് നിൽക്കുന്ന ഗ്രാമത്തിന്റെ പേര്. ചെറുകാടിന്റെ പ്രസിദ്ധമായ പ്രയോഗം കൂടി ചേർത്ത് വെക്കുന്നതാണ് നന്നാവുക. ചെറുകാട് പറഞ്ഞു, ആകാശവീഥികളിലെ അനന്തകോടി നക്ഷത്രങ്ങളെ ഞാൻ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയുമാണ് ആസ്വദിക്കാറുള്ളത്. അപ്പോഴും പക്ഷേ എന്റെ കാലമർത്തി ചവിട്ടി നിൽക്കുന്നത് ഞാൻ അടുക്കള മുറ്റത്ത് വളർത്തിയെടുത്ത മുരിങ്ങാമരത്തിന്റെ ചോട്ടിലെ ചളിയിലാണ് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇത് കിട്ടിയ ആകാശവീഥികളിലെ അനന്തകോടി നക്ഷത്രങ്ങളെ ആഹ്ലാദാഭിമാനങ്ങളോടെ ഞാൻ ആസ്വദിക്കുമ്പോഴും എന്റെ കാലമർത്തി ചവിട്ടി നിൽക്കുന്നത് അടുക്കള മുറ്റത്ത് ഞാൻ വളർത്തിയെടുത്ത മുരിങ്ങാമരത്തിന്റെ ചോട്ടിലെ ചളിയിലാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ മാനവികതയുടെ CITUവിന്റെ എന്ത് ജനകീയ ദേശീയത. മറക്കണ്ട, ആ രാഷ്ട്രീയം നാം നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കണം. CITU